തിരുവനന്തപുരത്ത് സദ്യ കഴിക്കുമ്പോൾ അതിൻ്റെ ശൈലിക്ക് തന്നെ ഒരു പ്രത്യേകതയുണ്ട്. ഓരോ വിഭവവും വിളമ്പുന്ന രീതി ഒരു കല പോലെയാണ്. സദ്യ വിളമ്പുന്നത് ഒരു പ്രത്യേക ക്രമത്തിലും. പരിപ്പ്, പപ്പടം, സാമ്പാർ, പായസം, പുളിശ്ശേരി, രസം, ഒടുവിൽ മോര്. സദ്യയിൽ പരിപ്പിനൊപ്പം ചോറ് വിളമ്പുന്നതിന് മുമ്പ് അച്ചാറ്, ചിപ്സ് എന്നിവയിൽ നിന്നും കുറഞ്ഞത് 7 തൊട്ട് 9 സൈഡ് വിഭവങ്ങൾ വരെ വാഴയിലയിൽ വിളമ്പും. ചോറ് വിളമ്പാൻ കാത്തിരിക്കുമ്പോൾ ചിപ്സും ശർക്കര വരട്ടിയും കഴിക്കാൻ തുടങ്ങാം. ഇലയുടെ താഴെ വലതുവശത്താണ് ചോറ് വിളമ്പുന്നത്. ചോറ് 3 ഭാഗങ്ങളായി മാറ്റുക. പരിപ്പ് കറി ചോറിൻ്റെ ആദ്യ ഭാഗത്ത് നെയ്യ് ചേർത്താണ് കഴിക്കുന്നത്. പകുതി പപ്പടത്തിനോടൊപ്പം ആസ്വദിക്കാം. അച്ചാറ്, തോരൻ, അവിയൽ, മെഴുക്കുപുരട്ടി, എരിശ്ശേരി എന്നിവ ആസ്വദിച്ച് കുറച്ചു നേരം വിശ്രമിക്കുമ്പോൾ അടുത്ത ചോറിൻ്റെ കൂടെ സാമ്പാറും മാറ്റിവെച്ച ബാക്കി പപ്പടത്തിൻ്റെ പകുതിയോടൊപ്പം കഴിച്ച് ആസ്വദിക്കാം. പച്ചടി, കിച്ചടി, ഓലൻ, കാളൻ എന്നിവ ആസ്വദിക്കാൻ ഒരു ഇടവേള എടുക്കുക. ആ ഇടവേള മധുരക്കറി ഉപയോഗിച്ചാണ് പൂർത്തീകരിക്കുന്നത്. അടുത്ത വരുന്നത് പായസങ്ങളുടെ നിരയാണ്. ആദ്യം വിളമ്പുന്നത് അടപ്രഥമനാണ്. പഴവും പപ്പടവും ചേർത്ത് കഴിക്കാം. ഇതിനുശേഷം പൊതുവെ ഒരു ശർക്കര പായസം ഉണ്ടാകും. മൂന്നാമനായി ബോളിക്ക് മുകളിൽ വിളമ്പുന്ന പാൽപായസം. അതും കൂടി ആവുമ്പോൾ നമ്മുടെ ഭാഷയിൽ പറഞ്ഞാൽ മത്ത്. അടുത്തത് ചോറിൻ്റെ 3-ാം ഭാഗം വിളമ്പുന്ന പുളിശ്ശേരി. ഇതിനുശേഷം ഭക്ഷണം ദഹിപ്പിക്കാനായി സംഭാരവും രസത്തോടെയും ഇല മടക്കുന്നു. ഇല മുന്നോട്ടാണ് മടക്കിയതെങ്കിൽ സദ്യ ഇഷ്ടമായെന്ന് നമ്മൾ കണക്കാക്കുന്നു.